ചക്ക സീസൺ കഴിയുന്നവരെ എല്ലാ വീട്ടിലും ചക്ക ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കുറേ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും സീസണ് വന്നേ പിന്നെ ഒത്തിരി കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. പഴുത്തതായിട്ട് നല്ല പഴുത്തതായിട്ട് കിട്ടിയിട്ടില്ല, എന്നാലും പച്ച ഇതുപോലെ വറുക്കാനും വേവിക്കാനായിട്ടൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ പൊരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്നും പൊരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ മഴ കുറയ്ക്കുന്നതുകൊണ്ട് ചക്ക ഒന്നും പൊരിക്കാൻ പറ്റും, നമുക്ക് വേവിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ ഒരുപാട് കിട്ടിയിട്ടില്ല, ഞങ്ങൾ കുറേയൊക്കെ അതേ പൊരിക്കാനും വേവിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ സൈഡ് ഇങ്ങനെ വേവിച്ചുകൊണ്ടും വറുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചക്കക്കുരു ഞാൻ അതിൽ നിന്ന് വേഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാവരും ഫ്രിഡ്ജിനകത്തും കാണും ചക്കക്കുരു, ഒരെണ്ണം പോലും ഇല്ലാതിരിക്കത്തില്ല. ഇനി സീസൺ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതൊക്കെ തിന്നാൻ വേണ്ടി കൊതിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിച്ചു കാണിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇതുപോലെ സോസ് വെച്ച് കഴിക്കുന്നത്, ടൊമാറ്റോ സോസ് വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് കിട്ടിയാലും സോസ് വെച്ചാണ് തിന്നുന്നത്. നല്ലതൊന്നുമല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ തിന്നുമ്പോൾ കുഴപ്പമില്ല, രസമുണ്ട്. അപ്പോൾ അതേ വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ അവന്മാരെ കാണിച്ച് തിന്നുന്നതാണ് കേട്ടോ. വറക്കുന്നത് പിള്ളേർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള ഇച്ചിരി വേഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും തോണ്ടിക്കൊണ്ട് പോകാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം മഴയ്ക്കൊക്കെ നല്ല മൂടി കെട്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ വറുത്തൊക്കെ തിന്നാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ചക്ക വേവിച്ച് അടുപ്പയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കറി ഉണ്ടായിരുന്നു, ചക്ക കോഴിക്കറി നല്ല രസമുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കണ്ടായിരുന്നു നോക്കണ്ട, ഞാൻ എങ്ങനെ വെച്ചാലും വെള്ളം അങ്ങനെ എല്ലാവർക്കും ചാറാണ് വേണ്ടത്. കുറുക്കി വെച്ച് കഴിഞ്ഞാൽ കറി തീരും ചെയ്യും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമെല്ലാം മുത്തി വയ്ക്കണ്ട. വെള്ളം തപ്പിത്തടഞ്ഞ് ചിക്കൻ കാണാനില്ല എന്നും പറഞ്ഞാൽ ഇക്ക എന്തായാലും ചിക്കൻ പൊരിച്ച് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കുള്ള കുറച്ച് പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് വൈകുന്നേരം ആട്ടെ ഇക്കാക്ക് പൊരിച്ച് കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കറി ഏറെക്കുറെ വറ്റി തീർന്നിട്ടുണ്ട്, പിള്ളേരൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാനും ഇതേ വൈകുന്നേരത്തിലുള്ള ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉച്ചക്കത്തേനുള്ള ഞങ്ങൾ ഉച്ചക്കത്തെ സാമ്പാറും പിന്നെ ചക്ക വേവിച്ചതും കോഴിക്കറിയൊക്കെ കൂട്ടി ഞാനൊരു പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല അടിപൊളി വീട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ ടാറ്റാ.